റഷ്യ മെക്സിക്കോ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് നിർദ്ദേശം ലഭിക്കുകയാണ്, ഈ വഴി സ്മഗ്ഗർ ജോൺസ് എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു തട്ടിപ്പുകാരൻ കടന്നു പോകും, നിയമവിരുദ്ധമായി അദ്ദേഹം എന്താണോ കടത്തുന്നത് ഇത് നിങ്ങൾ പിടികൂടണം എന്ന് നിർദ്ദേശം ലഭിക്കുകയാണ്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സജ്ജരായി നിൽക്കുന്നു. സ്മഗ്ഗർ ജോൺസ് കടന്നു വരുന്നു. ആഴ്ചയിൽ ഒരു തവണ, ചിലപ്പോൾ 2 തവണയൊക്കെ ആ മനുഷ്യൻ കടന്നു വരുന്നു. ഒരു ബൈക്കിന് മുകളിലാണ് അദ്ദേഹം വരുന്നത്. അതിൻ്റെ ബൈക്കിൻ്റെ പിൻവശത്ത് വലിയൊരു ഭാണ്ഡക്കെട്ടിൽ എന്തോ എന്ന് തോന്നിപ്പിക്കുന്ന വലിയൊരു ഭാണ്ഡക്കെട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. അവർ പരിശോധന നടത്തിയാൽ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ചില സമയത്ത് പരിശോധിക്കുമ്പോൾ മണ്ണുണ്ട്, മണലുണ്ട്, ഇരുമ്പിൻ്റെ പദാർത്ഥങ്ങളുണ്ട്, വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ ആ വലിയ ഭാണ്ഡക്കെട്ടിൽ വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വളരെ സസൂക്ഷ്മം അദ്ദേഹത്തെ പരിശോധിക്കുകയാണ്. പക്ഷേ ഒന്നും പിടികൂടാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്മഗ്ഗർ ജോൺസിനെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥരിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കാണുകയും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ നിങ്ങൾ നിയമവിരുദ്ധമായി കടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ ആളാണ്. പക്ഷേ നിങ്ങൾ എന്താണ് കടത്തിയതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ സ്മഗ്ഗർ ജോൺസ് പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ മുഴുവൻ ആളുകളും എൻ്റെ ബൈക്കിന് മുകളിലെ വലിയ ഭാണ്ഡക്കെട്ടിൽ എന്തോ ഉണ്ടെന്നാണ് നിങ്ങൾ നനച്ചിരുന്നത്. പക്ഷേ ഞാൻ ഭാണ്ഡക്കെട്ടിലൊന്നും കടത്തിയിരുന്നില്ല. വ്യത്യസ്ത കളറുകളിലുള്ള വ്യത്യസ്ത കമ്പനികളുടെ ബൈക്കിനെയായിരുന്നു ഞാൻ കടത്തിയിരുന്നത് എന്ന് സ്മഗ്ഗർ ജോൺസ് മറുപടി പറയുന്നുണ്ട്. ഷൈനി ഒബ്ജക്റ്റീവ് സിൻഡ്രോം എന്നാണ് ഈ തത്വത്തിൻ്റെ പേര്. നമ്മൾ ഓഡിയൻസായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ മജീഷ്യനായി വന്ന് നിൽക്കുന്ന ആൾ, അവതരിപ്പിക്കുന്ന ആൾ എന്താണോ പറയുന്നത്, അവർ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് മാത്രം നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്ന ഒരു സിസ്റ്റം, ഒരു തിയറിയായി ഇത് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൃത്യമാക്കേണ്ട പലതിൻ്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകളിലേക്കാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മൾ കാണേണ്ടത്, നമ്മൾ അറിയേണ്ടത്, അതിലായിരിക്കണം നമ്മുടെ കൂടുതൽ ശ്രദ്ധ.